പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ലോകത്തിലെ ഏറ്റവും ഭയാനകമായ വിപത്താണ് മയക്കുമരുന്ന് ദുരുപയോഗം. മാനവരാശിയെ തന്നെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് ദുരുപയോഗത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുവാനും മയക്കുമരുന്ന് ദുരുപയോഗരഹിതമായ ഒരു ലോകം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 1987 മുതൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം നമുക്ക് വേണ്ടി എത്ര സുന്ദരമായ ലോകമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, കുടുംബം, കൂട്ടുകാർ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ടും മയക്കുമരുന്ന് പോലെയുള്ള ലഹരികൾക്ക് ചില ആളുകൾ അടിമകളാവുന്നുവെങ്കിൽ അതിന് കാരണം അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അവർക്ക് ലഹരിയാകാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം വേണം കുട്ടികളെ. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാവണം നമ്മുടെ ലഹരി. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ പഠനം എന്നിവയൊക്കെ ആവണം നമ്മുടെ ലഹരി. അതിനു പകരം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന ലഹരി നമുക്ക് വേണ്ട. ഒരു പ്രാവശ്യം രുചിച്ചു നോക്കി ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച് നാം തുടങ്ങി വെക്കുന്ന ലഹരികളിൽ നിന്നൊരു തിരിച്ചുവരവ് വളരെ കഠിനമാണ്, ഏറെക്കുറെ അസാധ്യവും. നൈമിഷിക സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ വേദനയിലാക്കുന്ന ലഹരി നമുക്ക് വേണ്ട. പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു ലഹരിക്ക് കൂടുതൽ അടിമകളായിരുന്നതെങ്കിൽ ഇന്ന് പെൺകുട്ടികളും ഒട്ടും സുരക്ഷിതരല്ല എന്ന് നാം തിരിച്ചറിയണം. സമൂഹത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും അപകടങ്ങളും ഏറി വരുന്നതിന് കാരണവും മറ്റൊന്നല്ല, ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്ന ഒരു പുതുതലമുറ രൂപവൽക്കരണമാണല്ലോ ഐക്കണിന്റെ ലക്ഷ്യം. ലഹരി ഉപയോഗിക്കാതെ സമൂഹത്തിന് നല്ല മാതൃക നൽകുന്ന ഐക്കണുകളാവണം നാം. മയക്കുമരുന്നിനും ലഹരികൾക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് നാം ദൃഢനിശ്ചയം ചെയ്യണം. ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാവണം യഥാർത്ഥ ലഹരി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യാം. ആ പ്രതിജ്ഞ പാലിക്കുവാനായി നമുക്ക് ശ്രദ്ധിക്കാം.